ഹലോ ഫ്രണ്ട്സ്, ഇന്ന് സിമ്പിളായിട്ട് ഒരു കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഒരു സിമ്പിളായിട്ട് പീച്ചിങ്ങ പരിപ്പ്. അത് നമുക്ക് ചപ്പാത്തിയുടെ കൂടെ കഴിക്കാം, ചോറിൻ്റെ കൂടെ കഴിക്കാം. അപ്പോൾ നമുക്കൊന്ന് കണ്ടാലോ? വായോ. ഒരു പീച്ചിങ്ങയ്ക്ക് 1/2 ഗ്ലാസ് പരിപ്പ്. പിന്നെ നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് ഒരു 10-12 ചുവന്നുള്ളി, പിന്നെ 2 പച്ചമുളക്, പിന്നെ കുറച്ച് ഇഞ്ചി, ഒരു കഷ്ണം ഇഞ്ചി. അപ്പൊ ഇത്രയൊക്കെയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ പരിപ്പൊക്കെ കഴിയിട്ടുണ്ട്, നമുക്കത് കുക്കറിലേക്ക് ഇടാം. പിന്നെ നേരത്തെ പറഞ്ഞ ചുവന്നുള്ളി, ഇഞ്ചി, പച്ചമുളക്. നമുക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിക്കണം. ഒഴിച്ചിട്ട് നമുക്ക് ഒരു 2 വിസിലടിപ്പിച്ചിട്ട് വരാം. ഇപ്പൊ നമ്മുടെ പീച്ചിങ്ങ ചെറുതായിട്ട് അങ്ങനെ അരിയ. പിന്നെ നമുക്ക് ഇതിലേക്ക് ഒരു തക്കാളി ആവശ്യമുണ്ട്. ആ തക്കാളി നമ്മൾ നൈസായിട്ട് ഇപ്പോ നമുക്ക് അതിലേക്ക് കുറച്ച് തേങ്ങയുടെ ആവശ്യമുണ്ട്. അപ്പോ ചെറിയൊരു തേങ്ങയുടെ പകുതിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. പിന്നെ അതിലേക്ക് ഒരു നുള്ള് ചെറുജീരകം, പിന്നെ 2 കഷ്ണം വെളുത്തുള്ളി, ഒരു 2 വേപ്പില. അപ്പൊ നമ്മൾ ഇതൊക്കെ കൂടി ഇട്ടിട്ട് ഒരു അടി അടിച്ചിട്ട് വരാം. അപ്പൊ നമ്മുടെ പീച്ചിങ്ങ തക്കാളിയൊക്കെ അരിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്കിനി കുക്കിങ്ങിലേക്ക് പോവാം. ബായ്. അപ്പൊ നമ്മുടെ ചട്ടി ചൂടായിട്ടുണ്ട്, നമുക്ക് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. ഈ എണ്ണ ഒന്ന് ചൂടായിട്ട് വരണം. ചൂടായിട്ട് വരുമ്പോഴേക്കും കടുക്, വേപ്പില, ചുവന്നുള്ളി ഇതൊക്കെ ഇട്ട് ഒരു മിക്സിങ്. അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്, നമുക്ക് അതിലേക്ക് കുറച്ച് കടുക് ഇടാം. അതിലേക്ക് ചുവന്നുള്ളി, വേപ്പില, നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഒന്ന് വാടി വരണം. അതിലേക്ക് നമുക്ക് നേരത്തെ തേങ്ങ അരച്ച് വെച്ചത് ചേർക്കാം. പിന്നെ നമുക്ക് വേണ്ടത് പീച്ചിങ്ങ തക്കാളി നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവേ. അതിലേക്ക് ആവശ്യമായ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി കുറച്ചു നേരം നമുക്കിത് അടച്ചു വെച്ച് വേവിക്കാം. അപ്പൊ നമ്മുടെ പീച്ചിങ്ങ നോക്കാം. വെന്തിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് പരിപ്പാട് ചെയ്യാം. പരിപ്പൊക്കെ വെന്തിട്ടുണ്ട്. 5 വിസിലടിച്ചു, 3 വിസിലാണ് പറഞ്ഞത്. 5 വിസിലടിച്ചു. അപ്പൊ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം.
നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. രക്ഷയില്ലാത്ത സ്മെല്ലാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഒരു കിണ്ണം ചോറിനായി കറി കൂട്ടി ചപ്പാത്തി. അപ്പൊ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പൊ അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും ബൈ.